ഹലോ, ഗുഡ് ഈവനിങ് ടു ഓൾ. ഇന്ന് നമ്മൾ സാനിറ്ററി കെമിസ്ട്രിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് അനാലിസിസ് ഓഫ് ആനയോൺസ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. നമ്മളിന്ന് ആനയോൺസിനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക, എങ്ങനെയാണ് ഒരു ആനയോണിന്റെ പ്രസൻസ് കണ്ടുപിടിക്കുക, അതിന്റെ ടെസ്റ്റുകളെ പറ്റിയാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റിയാക്ഷൻസ് ഓഫ് ആനയോൺസ്. ആദ്യം നമ്മൾ കാർബണേറ്റിന്റെയാണ് നോക്കുന്നത്. കാർബണേറ്റ് ഒരു ആനയോൺ ആണ്. ആനയോൺ നമുക്കറിയാം, ആനയോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പൊ ഈ ആനയോൺ നമ്മൾ എങ്ങനെയാണ് ഒരു സോൾട്ട് നമ്മളൊക്കെ കെമിസ്ട്രി ലാബുകൾ അറ്റൻഡ് ചെയ്ത ആളുകളാണ്. അതിൽ നമ്മൾ സോൾട്ട് അനാലിസിസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിൽ എങ്ങനെയാണ് ഒരു മിക്സ്ചർ തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പ്രസൻസ് കണ്ടുപിടിക്കുക, ഒരു ആനയോണിന്റെ അല്ലെങ്കിൽ ഒരു കാറ്റയോണിന്റെ പ്രസൻസ് കണ്ടുപിടിക്കുക. അതിന്റെ ടെസ്റ്റുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കാർബണേറ്റിന്റെ ടെസ്റ്റ് ആദ്യം നോക്കാം. കാർബണേറ്റ് ഒരു ആനയോൺ ആണ്, നമുക്കറിയാം. അതിന്റെ സിമ്പിൾ CO3 2- ആണ്. കാർബണേറ്റ് അയോണിനെ നമ്മൾ അങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഒരു മിക്സ്ചർ നമ്മുടെ കയ്യിൽ തന്നാൽ നമ്മൾ എങ്ങനെയാണ് കാർബണേറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കാൽഷ്യം കാർബണേറ്റ് ആഡ് ചെയ്യും. നമ്മളിവിടെ എടുക്കുന്ന ഒരു സോൾട്ട്, കാർബണേറ്റിന്റെ സോൾട്ട് നമ്മളിവിടെ എടുക്കുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണെന്ന് വെക്കുക. അപ്പൊ അതിനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കാർബണേറ്റിന്റെ ഒരു സോൾട്ടാണ് കാൽഷ്യം കാർബണേറ്റ്, അതാണ് ഇവിടെ എടുക്കുന്നത്. അത് നമ്മളൊരു ഇപ്പൊ ഈ കാർബണേറ്റിന്റെ സോൾട്ട് നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ വെച്ച് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുകയെന്ന് വെച്ചാൽ ഒരു കളർലെസ്, അതിന്റെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു കളർലെസ് ഓർഡർലെസ് ഗ്യാസ് വരും. ആ ഗ്യാസ് ലൈം വാട്ടറിനെ മിൽക്കി ആക്കി മാറ്റും. അപ്പൊ നമുക്ക് അന്ന് മനസ്സിലാക്കാൻ കഴിയും ഈ കളർലെസ് ഓർഡർലെസ് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന സോൾട്ടിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അത് കാൽഷ്യം ഓക്സൈഡും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ടാണ് സ്പ്ലിറ്റ് ആവുക, അതായത് ബ്രേക്ക് ചെയ്യും. കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട്. അപ്പൊ ഈ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ആവുമ്പോഴാണ് ഒരു കളർലെസ് ഓർഡർലെസ് ഗ്യാസ് വരുന്നത്. അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഈ കളർലെസ് ഓർഡർലെസ് ഗ്യാസ് ലൈം വാട്ടറിനെ മിൽക്കി ആക്കി മാറ്റും. ലൈം വാട്ടർ എന്ന് പറഞ്ഞ ഒരു ക്ലിയർ സൊല്യൂഷൻ ആയിരിക്കും, അതിനൊരു പാലിന്റെ അപ്പിയറൻസ് വരും. അതായത് നമ്മുടെ ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അതിലൂടെ നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ കടത്തി വിടുമ്പോൾ അവിടെ കാൽഷ്യം കാർബണേറ്റും വാട്ടറും ഉണ്ടാവും. കാൽഷ്യം കാർബണേറ്റും വാട്ടറും ഉണ്ടാവും. അപ്പോ അവിടെ നമുക്ക് ഒരു കാർബണേറ്റിന് സോൾട്ടിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു കളർലെസ് ഓർഡർലെസ് ഗ്യാസ് വരുന്നത് പോലെയാണ് നമുക്ക് കാണാം. അത് ലൈം വാട്ടറിനെ മിൽക്കി ആക്കിയിട്ട് മാറ്റും. അപ്പൊ അതിന് മനസ്സിലാക്കാൻ കഴിയുന്ന അതിന്റെ ഇൻഫറൻസ് ഇതാണ്: ദ ഗ്യാസ് ഇൻവോൾവ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓൾ മെറ്റൽ കാർബണേറ്റ് എക്സെപ്റ്റ് ആൽക്കലി കാർബണേറ്റ് ഡീകമ്പോസ് ഓൺ ഹീറ്റിംഗ് ടു ഗിവ് കാർബൺ ഡൈ ഓക്സൈഡ്. എല്ലാ മെറ്റൽ കാർബണേറ്റ്സും, അതായത് ആൽക്കലി കാർബണേറ്റ്സ് ഒഴികെയുള്ള എല്ലാ മെറ്റൽ കാർബണേറ്റ്സും ഡീകമ്പോസ് ചെയ്താൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. This react with the lime water to yield white insoluble കാൽഷ്യം കാർബണേറ്റ് ആണ് നമുക്ക് കിട്ടുക. അതാണ് ഒരു ടെസ്റ്റ്. ഇനി കാർബണേറ്റിന്റെ വേറൊരു ടെസ്റ്റും കൂടി ഉണ്ട്. 2 ടെസ്റ്റുകളാണ് നമുക്ക് കാർബണേറ്റിന്റെ പഠിക്കാനുള്ളത്. അടുത്തത് ഡൈല്യൂട്ട് HCl ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ടെസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ സോൾട്ട്, ഒരു എക്സാമ്പിൾ കാർബണേറ്റിന്റെ സോൾട്ട് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കാൽഷ്യം കാർബണേറ്റ് ആണ്. ഓക്കെ, ഇവിടെ നമ്മുടെ സോൾട്ടിലേക്ക്, കാർബണേറ്റ് സോൾട്ടിലേക്ക് ഒരു ഡൈല്യൂട്ട് HCl ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബ്രിസ്ക് എഫറസൻസ് കാണാൻ കഴിയും. ബ്രിസ്ക് എഫറസൻസ് വിത്ത് ദ ലിബറേഷൻ ഓഫ് കളർലെസ് ഓർഡർലെസ് ഗ്യാസ് വിച്ച് ടേൺസ് ലൈം വാട്ടർ മിൽക്കി. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റിലേക്ക് നമ്മൾ HCl ആഡ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻസിനാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉള്ളത്. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. HCl ആഡ് ചെയ്യുമ്പോൾ അവിടെ കാൽഷ്യം ക്ലോറൈഡും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ആണ് ഉണ്ടാവുന്നത്. അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ, അവിടെ ബ്രിസ്ക് എഫറസൻസ് വിത്ത് ലിബറേഷൻ ഓഫ് കളർലെസ് ഓർഡർലെസ് ഗ്യാസ് എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. ഓക്കെ, അതേപോലെ നമ്മൾ ഓൾറെഡി ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് ലൈം വാട്ടർ. അതിനോട് കാർബൺ ഡൈ ഓക്സൈഡ് ചേരുമ്പോൾ കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാവുന്നു. അങ്ങനെയാണ് അവിടെ എന്തുണ്ടാവുന്നത്? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, അങ്ങനെയാണ് അവിടെ ലൈം വാട്ടർ മിൽക്കി ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഇൻഫറൻസ് എന്താണ്? ദി ഗ്യാസ് ഇവോൾവ്ഡ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ് വിച്ച് റിയാക്ട്സ് വിത്ത് ലൈം വാട്ടർ ടു yield വൈറ്റ് ഇൻസൊല്യൂബിൾ കാൽഷ്യം കാർബണേറ്റ്. നമുക്കൊരു വൈറ്റ് ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള ഒരു കാൽഷ്യം കാർബണേറ്റ് ആണ് അവിടെ കിട്ടുക.
അവിടെ ലൈം വാട്ടർ മിൽക്കി ആവുമ്പോൾ ഒരു മിൽക്കി അപ്പിയറൻസ് കൊടുക്കുന്നത് ഇൻസൊല്യൂബിൾ ആയിട്ട് കിടക്കുന്ന കാൽഷ്യം കാർബണേറ്റ് ആണ്. അപ്പൊ ഇതാണ് കാർബണേറ്റിന്റെ രണ്ട് ടെസ്റ്റുകളാണ് നമുക്ക് നോക്കാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു കളർലെസ് ഓർഡർലെസ് ഗ്യാസ് കിട്ടുന്നു. രണ്ടാമത്തത് ഡൈല്യൂട്ട് HCl റിയാക്ട് ചെയ്യുമ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഒരു ബ്രിസ്ക് എഫ്ലോറസൻസ് വിത്ത് കളർലെസ് ഓർഡർലെസ് ഗ്യാസ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഈ രണ്ട് ടെസ്റ്റുകളാണ് കാർബണേറ്റിനുള്ളത്. ഇനി അടുത്തൊരു ആനയോൺ ആണ് സൾഫൈഡ്. അടുത്ത നമ്മുടെ ആനയോൺ ആണ് ഇത് സൾഫൈഡ്. ഇവിടെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്ന സൾഫൈഡിന്റെ ഒരു സോൾട്ട് ആണ് സിങ്ക് സൾഫൈഡ്. അപ്പൊ ഇതിന്റെ സിമ്പൽ S2- ആണ്. നെഗറ്റീവ് ചാർജ് ആണ് അനയോൺസിന് ഉണ്ടാവുക. S2- ആണ് അതിന്റെ ചാർജ്. അപ്പൊ എങ്ങനെയാണ് സൾഫൈഡ് ഒരു മിക്സ്ചർ തന്നായിലുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യാം? ഈ സൾഫൈഡിന്റെ സോൾട്ടിലേക്ക് നമ്മൾ ഡൈല്യൂട്ട് HCl ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു കളർലെസ് ഗ്യാസ് ഉണ്ടാവുന്നു. ഒപ്പം തന്നെ നമുക്കൊരു റോട്ടൺ എഗ് സ്മെൽ എന്ന് പറഞ്ഞാൽ കേടുവന്ന മുട്ടയുടെ സ്മെല്ല് വരും. ഓക്കെ, എന്നിട്ട് നമ്മള് ലെഡ് അസറ്റേറ്റിൽ മുക്കിയൊരു പേപ്പർ അതിലേക്ക് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലാക്ക് കളറായിട്ട് മാറും. അതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? അവിടെ ഉണ്ടായ ഗ്യാസ് എന്താണ്? അവിടെ ഉണ്ടായ ഗ്യാസ് ഇങ്ങനെ നമ്മൾ ഡൈല്യൂട്ട് HCl സൾഫൈഡിന്റെ സോൾട്ടിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്നത് സിങ്ക് ക്ലോറൈഡും H2S ആണ്. സിങ്ക് ക്ലോറൈഡും H2S ആണ് അവിടെ ഉണ്ടാവുന്നത്. സിങ്ക് ക്ലോറൈഡും H2S ആണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ ഈ H2S ഉണ്ടാവുന്നത് കൊണ്ടാണ് അവിടെ ഒരു റോട്ടൺ എഗിന്റെ സ്മെല്ല് വരുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ലെഡ് അസറ്റേറ്റ് CH3CO2Pb, ഇതാണ് ലെഡ് അസറ്റേറ്റ്. ഈ ലെഡ് അസറ്റേറ്റിലേക്ക് ഈ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് ലെഡ് അസറ്റേറ്റിൽ മുക്കിയ പേപ്പർ നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഉണ്ടായ ഗ്യാസിലേക്ക് കാണിക്കുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുന്നത്? അസറ്റിക് ആസിഡും ലെഡ് സൾഫൈഡും ആണ് ഉണ്ടാവുന്നത്. അസറ്റിക് ആസിഡും ലെഡ് സൾഫൈഡും ആണ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഇൻഫറൻസ് എന്താണ്? ദ ഗ്യാസ് ഇവോൾവ്ഡ് ഈസ് H2S which reacts with the lead acetate solution to yield ബ്ലാക്ക് ഇൻസൊല്യൂബിൾ ലെഡ് സൾഫൈഡ്. അവിടെ ബ്ലാക്ക് ഇൻസൊല്യൂബിൾ ലെഡ് സൾഫൈഡ് അവിടെ ഉണ്ടാവുന്ന, അതായത് ലെഡ് അസറ്റേറ്റിൽ മുക്കിയ പേപ്പർ അതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ലെഡ് സൾഫൈഡിന് ഒരു ബ്ലാക്ക് കളറാണ്. അതുകൊണ്ടാണ് അത് ലെഡ് അസറ്റേറ്റിൽ മുക്കി കാണിച്ച പേപ്പർ ബ്ലാക്ക് നിറമായിട്ട് മാറുന്നത്. ഓക്കെ, ഇനി അടുത്ത ടെസ്റ്റ് ആണ് സൾഫൈഡിന്റെ അടുത്ത ടെസ്റ്റ് ആണ്. നമ്മൾ സൾഫൈഡിന്റെ സോൾട്ട് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കാം. ടു എ ലിറ്റിൽ ഓഫ് അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം സൾഫൈഡ്. ഇവിടെ നമ്മൾ സൾഫൈഡിന്റെ സോൾട്ട് എടുക്കുന്ന സോഡിയം സൾഫൈഡ് ആണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യാം. ഒരു സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യാം. അപ്പൊ അവിടെ ഒരു ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ സൾഫൈഡിന്റെ സോൾട്ടിലേക്ക് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ ഒരു ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നു. അതിന് കാരണം അവിടെ സിൽവർ സൾഫൈഡ് ഉണ്ടാവുന്നതാണ്. അവിടെ ഉണ്ടാവുന്നത് എന്താണ്? സിൽവർ സൾഫൈഡ്. അവിടെ എന്താണ് ആ ഇൻഫറൻസിന് കാരണം എന്നാണ് നമ്മൾ പ്രധാനമായും നോട്ട് ചെയ്യേണ്ടത്. അതായത് സൾഫൈഡിന്റെ സോൾട്ടായി നമ്മൾ എടുക്കുന്ന സോഡിയം സൾഫൈഡ്, അതിലേക്ക് നമ്മൾ സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്നത് സോഡിയം നൈട്രേറ്റ് ഉണ്ടാവും, അതിന്റെ ഒപ്പം ഉണ്ടാവുന്നതാണ് സിൽവർ സൾഫൈഡ്. ആ സിൽവർ സൾഫൈഡ് ആണ് എന്തിനു കാരണം? ആ സിൽവർ സൾഫൈഡ് ആണ്, അങ്ങനെ ഉണ്ടാവുന്ന സിൽവർ സൾഫൈഡ് ആണ് അവിടെ ഉണ്ടായ ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റിന് കാരണം. ഓക്കെ, അടുത്ത ഒരു ടെസ്റ്റും കൂടിയാണ് സൾഫൈഡിനുള്ളത്. ഓക്കെ, നമ്മൾ ഇതേപോലെ സൾഫൈഡിന്റെ ഒരു സോൾട്ട് എടുക്കുക. നമ്മളിവിടെ സോഡിയം സൾഫൈഡ് ആണ്. ആ സൾഫൈഡിന്റെ സോൾട്ടിലേക്ക് നമ്മൾ കുറച്ച് സോഡിയം നൈട്രോപ്രൊസൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യാം. സോഡിയം നൈട്രോപ്രൊസൈഡ്, അതിന്റെ കെമിക്കൽ ഫോർമുല Na2FeCN6
CN5NO ആണ്, സോഡിയം നൈട്രോക്ലോസൈഡ്. ഈ സോഡിയം നൈട്രോക്ലോസൈഡ് നമ്മൾ സൾഫൈഡിന്റെ ഈ സോൾട്ടിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഒരു വയലറ്റ് കളറാണ്. നമുക്ക് കിട്ടുക എന്താണ്? ഒരു വയലറ്റ് കളറാണ്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ്, അവിടെ ഒരു കോംപ്ലക്സ് ഉണ്ടാവും, സോഡിയത്തിന്റെ ഒരു കോംപ്ലക്സ് ഉണ്ടാവും, Na4FeCN6NO2NO5 എന്ന് പറയുന്നൊരു കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യുന്നു. അതുകൊണ്ടാണ് അവിടെ ആ വയലറ്റ് കളറ് നമുക്ക് കിട്ടുന്നത്. അപ്പോ സൾഫൈഡിന്റെ ടെസ്റ്റ് സോഡിയം നൈട്രോക്ലോസൈഡ് വെച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. സോഡിയം നൈട്രോക്ലോസൈഡ് എന്ന് പറഞ്ഞ ഒരു റിയേജന്റ് ആണ്. അതിന്റെ ഫോർമുല നോക്കുക, Na2FeCN5NO ആണ്. അപ്പൊ ഇത് ആഡ് ചെയ്യുമ്പോൾ ഒരു വയലറ്റ് കളർ കിട്ടുന്നു. ആ വയലറ്റ് കളർ അവിടെ സോഡിയത്തിന്റെയും സയനൈഡിന്റെയും സൾഫറിന്റെയും ഒക്കെ ഒരു കോമ്പൗണ്ട് Na4FeCN5NOS ഫോം ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇതാണ്. അപ്പൊ രണ്ടാമത്തെ ആനയോൺ നമ്മൾ നോക്കി. രണ്ടാമത്തെ ആനയോൺ ഏതായിരുന്നു? സൾഫൈഡ് ആയിരുന്നു. ഇനി മൂന്നാമത്തെ ഒരു ആനയോണാണ് നോക്കാൻ പോകുന്നത്. ഫ്ലൂറൈഡ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഫ്ലൂറൈഡിന്റെ ഒരു സോൾട്ട് തന്നിട്ടുണ്ടാവും. ആ സോൾട്ടിലേക്ക് നമ്മൾ കുറച്ച് കോൺസെൻട്രിക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യാം. ഒരു ഡ്രൈ ടെസ്റ്റ് ട്യൂബിൽ വേണം ചെയ്യാൻ. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആയ കാരണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു ഡ്രൈ ടെസ്റ്റ് ട്യൂബ് ആയിരിക്കണം. അങ്ങനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഈ ഫ്ലൂറൈഡിന്റെ സോൾട്ടിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കളർലെസ് ഫ്യൂമിംഗ് ഗ്ലാസ് വിച്ച് yields a white coating on the moist glass rod. ഓയിലി അപ്പിയറൻസ് ഇൻ ദ ടെസ്റ്റ് ട്യൂബ്. അതാണ് നമുക്ക് ഇൻഫറൻസ് ആയിട്ട് കിട്ടുക. അതിനുള്ള കാരണം എന്താണ്? അതായത് അവിടെ ഉണ്ടാവുന്നത് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഈസ് ഇവോൾവ്ഡ്. അവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ, അതായത് സോഡിയം ഫ്ലൂറൈഡിലേക്ക് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഗ്യാസ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ആണ്. അങ്ങനെ ഉണ്ടാവുന്ന ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എന്തിനെ അറ്റാക്ക് ചെയ്യും? ഗ്ലാസിനെ അറ്റാക്ക് ചെയ്തിട്ട് അവിടെ SiF4 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോ ഈ ഗ്യാസുമായിട്ട് ഉണ്ടാക്കുന്ന റിയാക്ഷൻ ആണ് ടെസ്റ്റ് ട്യൂബിന്റെ സൈഡില് ഓയിലി അപ്പിയറൻസ് ഉണ്ടാവാൻ കാരണം. ഓക്കെ, HF is evolved which attacks glass to yield gases SiF4. This reaction with the glass has the effect of making the sides of the test tube appear oily so that the contents do not wet the test tube. When it is shaken gently, SiF4 undergoes hydrolysis to yield a white deposit on the silicic acid. ഓക്കെ, അപ്പൊ അവിടെ ഉണ്ടാവുന്നത് ഇത്രയാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ സൾഫ്യൂരിക് ആസിഡുമായിട്ട് ഫ്ലൂറൈഡിന്റെ സോൾട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് ആണ് ഉണ്ടാവുക. ഈ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് ഗ്ലാസുമായിട്ട് റിയാക്ട് ചെയ്യും, എന്നിട്ട് SiF4 ഉണ്ടാവും. അതാണ് അവിടെ ഓയിലി അപ്പിയറൻസ് കാണാനുള്ള കാരണം. ഓക്കെ, എന്നിട്ട് എന്തിന് ഹൈഡ്രോളിസിസ് നടക്കും? ഈ SiF4ന് ഹൈഡ്രോളിസിസ് നടക്കും. എന്നിട്ടൊരു വൈറ്റ് ഡെപ്പോസിറ്റ് അവിടെ ഉണ്ടാവും. അത്രയാണ് ആ ടെസ്റ്റിൽ നോക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ്, ഇതേപോലെ ഫ്ലൂറൈഡിന്റെ അടുത്തൊരു സോഡിയം ഫ്ലൂറൈഡ് ഒരു സോൾട്ട് തന്നു വിചാരിക്കാം. അതിലേക്ക് നമ്മൾ കാൽഷ്യം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യാം. ഇങ്ങനെ കാൽഷ്യം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. അതിന് കാരണം ഈ ഫ്ലൂറൈഡിന്റെ സോൾട്ടായ സോഡിയം ഫ്ലൂറൈഡ് കാൽഷ്യം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാൽഷ്യം ഫ്ലൂറൈഡും NaCl ഉണ്ടാവും. കാൽഷ്യം ഫ്ലൂറൈഡും NaCl ഉണ്ടാവുന്നു. ഈ കാൽഷ്യം ഫ്ലൂറൈഡിന്റെ നിറമാണ് എന്ത്? ഈ കാൽഷ്യം ഫ്ലൂറൈഡിന്റെ നിറമാണ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. വൈറ്റ് നിറമാണ്, കാൽഷ്യം ഫ്ലൂറൈഡ് ആണ് നമുക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് കാണുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കുക, ഫ്ലൂറൈഡ് കാൽഷ്യം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാൽഷ്യം ഫ്ലൂറൈഡ് ആണ് കിട്ടുക. ഓക്കെ, ആ കാൽഷ്യം ഫ്ലൂറൈഡ് ആണ് അവിടെ ഈ സോഡിയം ഫ്ലൂറൈഡിന്റെ സോൾട്ടിലേക്ക് കാൽഷ്യം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ കാൽഷ്യം ഫ്ലൂറൈഡ് ഉണ്ടാവുന്നത് കൊണ്ടാണ് അവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഓക്കെ, അടുത്തതാണ് ഇനി
നമ്മളിവിടെ ഒരു സ്റ്റെപ്പും കൂടി ചെയ്യാം. ഈ എബവ് പ്രസിപ്പിറ്റേറ്റിനെ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കാം. അതായത് നമ്മുടെ കാൽഷ്യം ഫ്ലൂറൈഡ് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് ഹീറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ കാൽഷ്യം ഫ്ലൂറൈഡ് ഉണ്ടായ കാൽഷ്യം ഫ്ലൂറൈഡ് ഡിസോൾവ് ചെയ്ത് പോകും. അതിന്റെ അർത്ഥം ഈ കാൽഷ്യം ഫ്ലൂറൈഡ് എന്താണ്? സോലുബിൾ ഇൻ സൾഫ്യൂരിക് ആസിഡ്. അതായത് കാൽഷ്യം ഫ്ലൂറൈഡ് ആണ് അവിടെ ഉണ്ടായിരിക്കുന്നതെങ്കിൽ എന്ത് ഡിസോൾവ് ചെയ്ത് പോകും? സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ ഈ കാൽഷ്യം ഫ്ലൂറൈഡ് സൾഫ്യൂരിക് ആസിഡിൽ ഡിസോൾവ് ആവും. ഓക്കെ, ഈ റിയാക്ഷനും കൂടി നോക്കി വെക്കാം. കാൽഷ്യം ഫ്ലൂറൈഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ കാൽഷ്യം സൾഫേറ്റ് ഉണ്ടാവുന്നു, പ്ലസ് ഹൈഡ്രജൻ ഫ്ലൂറൈഡും ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത സോൾട്ട് ആണ്, അടുത്ത ആനയോൺ ആണ് ക്ലോറൈഡ്. ക്ലോറൈഡ് കോമൺ ആയിട്ട് നമ്മൾ എല്ലാവരും ലാബിൽ ചെയ്ത ഒന്നാണ് ക്ലോറൈഡ്. ക്ലോറൈഡിന് നമുക്ക് പഠിക്കാനുള്ളത് 4 ടെസ്റ്റ് നമുക്ക് ക്ലോറൈഡിന് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് സോഡിയം, നമ്മളിവിടെ എടുക്കുന്ന സോഡിയം ക്ലോറൈഡ് ആണ്. അതായത് ക്ലോറൈഡിന്റെ ഏത് സോൾട്ട് ആണെങ്കിലും നമ്മൾ അതിലേക്ക് കുറച്ച് കോൺസെൻട്രിക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രിക് സൾഫ്യൂരിക് ആസിഡ് എപ്പോൾ ആഡ് ചെയ്താലും നമുക്ക് കോൺസെൻട്രിക് സൾഫ്യൂരിക് ആസിഡ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, ഡ്രൈ ടെസ്റ്റ് ട്യൂബ് ആയിരിക്കണം. അപ്പോൾ ഈ സോഡിയം ക്ലോറൈഡിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കളർലെസ് ഫ്യൂമിംഗ് ഗ്യാസ് ഉണ്ടാവുന്നു, which yields dense white fumes when a glass rod dipped in NH4OH is shown in it. അപ്പോ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ സോഡിയം ബൈ സൾഫേറ്റ് ഉണ്ടാവുന്നു, പ്ലസ് HCl ഉണ്ടാവും. ഓക്കെ, HCl ഉണ്ടാവുന്നു. അപ്പോ അവിടെ ഇവോൾവ് ചെയ്യുന്ന ഗ്യാസ് HCl ആണ്. ഇത് NH4OH മുഖ്യ ഡിപ്പ് ചെയ്ത ഗ്ലാസ് റോഡ് കാണിക്കുമ്പോൾ അത് അതിൽ നിന്ന് വരുന്ന അമോണിയയായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് NH4Cl ഫോം ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് വൈറ്റ് ഡെൻസ് ഫ്യൂംസ് കിട്ടുന്നത്. നമുക്ക് വൈറ്റ് ഡെൻസ് ഫ്യൂംസ് അങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് പറയാനുള്ള ഒരു ടെസ്റ്റ് ആണ്, അടുത്തൊരു ക്ലോറൈഡിന്റെ വേറൊരു ടെസ്റ്റ് ആണ്. സോഡിയം ക്ലോറൈഡ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ കുറച്ച് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യാം. സോഡിയം ക്ലോറൈഡിലേക്ക് നമ്മൾ കുറച്ച് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഒരു വൈറ്റ് കേർഡി പ്രസിപ്പിറ്റേറ്റ് ആണ് നമുക്ക് കിട്ടുക. ഈ വൈറ്റ് കേർഡി പ്രസിപ്പിറ്റേറ്റ് അമോണിയം ഹൈഡ്രോക്സൈഡ് ഒഴിച്ചു കഴിഞ്ഞാൽ സോലുബിൾ ആയിട്ട് പോകും. അപ്പോ ഇവിടെ ഉണ്ടാവുന്ന പ്രസിപ്പിറ്റേറ്റ് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡിലേക്ക് നമ്മൾ സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്നത് സിൽവർ ക്ലോറൈഡ് ആണ്. ഇവിടെ എന്താ ഉണ്ടാവുന്ന? സിൽവർ ക്ലോറൈഡും സോഡിയം നൈട്രേറ്റും. അപ്പൊ ഈ സിൽവർ ക്ലോറൈഡ് പിന്നെ നമ്മൾ അതിലേക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഈ സിൽവർ ക്ലോറൈഡ് അതില് സൊല്യൂബിൾ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, the precipitate is silver chloride which dissolves NH4OH forming soluble complex AgNH3 twice Cl. Okay. ഇനി അടുത്തത് ബ്രോമൈഡിന്റെ ടെസ്റ്റ് ആണ്. ബ്രോമൈഡിന്റെ ടെസ്റ്റില് ആദ്യം നമ്മൾ ബ്രോമൈഡിന്റെ ഒരു സോൾട്ട് തന്നു നമുക്ക്. ഇവിടെ എടുത്തിരിക്കുന്ന ഒരു പൊട്ടാസ്യം ബ്രോമൈഡ് ആണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ആ ബ്രോമൈഡിന് നമ്മൾ കുറച്ച് കോൺസെൻട്രിക് H2SO4 വെച്ച് ഡ്രൈ ടെസ്റ്റ് ട്യൂബിൽ ഹീറ്റ് ചെയ്യാം. അപ്പൊ നമുക്കൊരു റെഡിഷ് ബ്രൗൺ വേപ്പേഴ്സ് ആർ ഇവോൾവ്. ഒരു റെഡിഷ് ബ്രൗൺ വേപ്പേഴ്സ് ആണ് കാണാൻ കഴിയുക ടെസ്റ്റ് ട്യൂബിൽ. ദ സൊല്യൂഷൻ ഇൻ ദ ടെസ്റ്റ് ട്യൂബ് ടേൺസ് റെഡ്. അതുപോലെ അതിലുള്ള സൊല്യൂഷന് റെഡ് കളർ ആയിട്ട് മാറും. അതിനുള്ള കാരണം അവിടെ ബ്രോമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ബ്രോമിൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. അതിന്റെ റിയാക്ഷൻ നോക്കി, KBr സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ KHSO4 ഉം HBr ഉണ്ടാവുന്നു. ഈ HBr
വീണ്ടും സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് അവിടെ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് വീണ്ടും അതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് വാട്ടറും സൾഫർ ഡയോക്സൈഡും ബ്രോമിനും ആയിട്ട് മാറും. അവിടെ ഉണ്ടാകുന്ന ബ്രോമിൻ ആണ് അവിടുത്തെ റെഡിഷ് ബ്രൗൺ വേപ്പേഴ്സിനും ആ സൊല്യൂഷൻ റെഡായി മാറാനും കാരണം. ഓക്കെ, അടുത്തൊരു ടെസ്റ്റ് ആണ്. നമ്മൾ പൊട്ടാസ്യം ബ്രോമൈഡ് തന്നെയാണ് എടുക്കുന്നത്. അതിന് നമ്മൾ മാംഗനസ് ഡയോക്സൈഡുമായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിനെ ചൂടാക്കാം. ചൂടാക്കണതിന് മുന്നേ അതിലേക്ക് കുറച്ച് സൾഫ്യൂരിക് ആസിഡും കൂടി ഒഴിച്ചിട്ട് വേണം ചൂടാക്കാൻ. അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത്? പൊട്ടാസ്യം ബ്രോമൈഡ് ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, പൊട്ടാസ്യം ബ്രോമൈഡ് എടുക്കുക, അതിലേക്ക് നമുക്ക് മാംഗനസ് ഡയോക്സൈഡ് ആഡ് ചെയ്യാം. എന്നിട്ട് കുറച്ച് കോൺസെൻട്രിക് സൾഫ്യൂരിക് ആസിഡും ഫ്യൂ ഡ്രോപ്സ് കോൺസെൻട്രിക് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചിട്ട് അതിനെ ഹീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് റെഡിഷ് ബ്രൗൺ വേപ്പേഴ്സ് ആണ് കിട്ടുക. ഓക്കെ, അത് നമ്മൾ ടെസ്റ്റ് ട്യൂബിന്റെ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനുള്ള കാരണം എന്താണ്? അവിടെ ബ്രോമിൻ പ്രൊഡ്യൂസ് ചെയ്തതാണ്. അതിനുള്ള കാരണം എന്തുതന്നെയാണ്? അവിടെ ബ്രോമിൻ പ്രൊഡ്യൂസ് ചെയ്തത് തന്നെയാണ്. ഓക്കെ ഓക്കെ ഇനി അടുത്തൊരു ടെസ്റ്റ് ആണ്. നമ്മൾ പൊട്ടാസ്യം ബ്രോമൈഡ് സൊല്യൂഷൻ തന്നെയാണ് എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുക ഒരു പേലി യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുക. അതിലേക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ് ഒഴിച്ചു കഴിഞ്ഞാൽ അത് പാർഷ്യൽ ആയിട്ട്, മൊത്തം സോലുബിൾ ആവില്ല, പാർഷ്യൽ ആയിട്ട് അത് സോലുബിൾ ആവും. അപ്പൊ അതിനുള്ള കാരണം അവിടെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തത് സിൽവർ ബ്രോമൈഡ് ആണ്. അതിന്റെ ഇക്വേഷനും കൂടി നോക്കുക. KBr AgNO3 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ AgBr ഉം KNO3 ഉണ്ടാവുന്നു. അവിടെ ഉണ്ടായ സിൽവർ ബ്രോമൈഡ് ആണ് ഇതിന് കാരണം. പേലി യെല്ലോ കളറിനും പാർഷ്യൽ സൊല്യൂബിലിറ്റിക്കും കാരണം അവിടെ ഉണ്ടായ AgBr ആണ്. ഇനി ഒരു ടെസ്റ്റും കൂടിയും വരുന്നുണ്ട് ക്ലോറിന്റെ. നമ്മൾ എന്ത് ചെയ്യാം? ബ്രോമിന്റെ ഒരു ടെസ്റ്റും കൂടിയും വരുന്നുണ്ട്, ബ്രോമൈഡിന്റെ ഒരു ടെസ്റ്റും കൂടിയും വരുന്നുണ്ട്. പൊട്ടാസ്യം ബ്രോമൈഡ് എടുക്കുന്നു, അതിലേക്ക് നമ്മൾ 1 ml ക്ലോറോഫോം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ക്ലോറിൻ വാട്ടർ ആഡ് ചെയ്യുന്നു. പിന്നെ ആ സിസ്റ്റത്തിനെ നമ്മൾ നന്നായി ഷേക്ക് ചെയ്യുന്നു. അപ്പോ ഇങ്ങനെ ചെയ്യുമ്പോൾ ലെയർ ആയിട്ടാണ് അത് നിൽക്കുക. അപ്പൊ അതിന്റെ ലോവർ ക്ലോറോഫോം ലെയർ റെഡ് കളറായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറിൻ അവിടെ ബ്രോമിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, റിയാക്ഷൻ നോക്കൂ. KBr റിയാക്ട് വിത്ത് Cl2 ഗിവ്സ് 2KCl plus Br2. അതായത് ബ്രോമിനെ റീപ്ലേസ് ചെയ്ത് അവിടെ Cl വന്നു. അതാണ് അവിടെ എന്തിന് കാരണം? ക്ലോറോഫോമിന്റെ ലെയർ റെഡ് ആവാനായിട്ടുള്ള കാരണം. ഓക്കെ, അടുത്തത് ഒരു സോൾട്ട് ആണ്. അടുത്ത സോൾട്ട് അല്ല, അടുത്ത ആനയോൺ ആണ് നൈട്രേറ്റ്. അപ്പൊ ഒരു സോൾട്ട് തന്നാൽ അതിന് നൈട്രേറ്റ് ഉണ്ടോ എന്ന് കാണാൻ നമ്മൾ ചെയ്യുന്ന ബ്രൗൺ റിംഗ് ടെസ്റ്റ് ഒക്കെ ഓർമ്മയുണ്ടാവും. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ തന്നെ. എന്നാലും നമുക്കൊന്ന് പറഞ്ഞു പോവാം. എന്ത് ചെയ്യാം? നമ്മൾ സിൽവർ നൈട്രേറ്റ്, ഇവര് പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ കുറച്ച് കോൺസെൻട്രിക് സൾഫ്യൂരിക് ആസിഡ് അയച്ച് ഹീറ്റ് ചെയ്യാം. അപ്പൊ നമുക്കൊരു റെഡിഷ് ബ്രൗൺ ഗ്യാസ് ആയിരിക്കും കിട്ടാം. ഈ റെഡിഷ് ബ്രൗൺ ഗ്യാസ് കിട്ടാനുള്ള കാരണം അവിടെ നൈട്രജൻ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ്. അതായത് KNO3 സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ പൊട്ടാസ്യം ബൈസൾഫേറ്റും HNO3 ഉണ്ടാവുന്നു. ഈ HNO3 ഡീകമ്പോസ് ചെയ്തിട്ട് അവിടെ വാട്ടറും NO2ഉം O2ഉം ഫോം ചെയ്യുന്നു. അതുകൊണ്ടാണ് അവിടെ NO2 ഉള്ളത് കൊണ്ടാണ്, നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാവുന്നത് കൊണ്ടാണ് അവിടെ ഒരു റെഡിഷ് ബ്രൗൺ ഗ്യാസ് ഉണ്ടാവുന്നത്. ഇനി നൈട്രേറ്റിന്റെ അടുത്തൊരു ടെസ്റ്റ് ആണ് എന്ത്? നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. അതിലിപ്പോ അവർ പറഞ്ഞിരിക്കുന്ന പൊട്ടാസ്യം നൈട്രേറ്റ് തന്നെയാണ് എടുക്കുന്നത്. അതിലേക്ക് ഫ്യൂ ഡ്രോപ്സ് കോൺസെൻട്രിക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മളൊരു പേപ്പർ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ നമുക്കറിയാം എന്താ? ഒരു റെഡിഷ് ബ്രൗൺ ഗ്യാസ് അതിൽ നിന്ന് ഉണ്ടാവും. കുറെ റെഡിഷ് ബ്രൗൺ ഗ്യാസ് വരും. ഓക്കെ, അതിനുള്ള കാരണം എന്താന്ന് നോക്കാം നമുക്ക്. കാരണം എന്താണ്? അവിടെ ഉണ്ട് പൊട്ടാസ്യം നൈട്രേറ്റ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് പൊട്ടാസ്യം ബൈസൾഫേറ്റും അതുപോലെ HNO3 ഉണ്ടാവും. ഈ HNO3 ഈ പേപ്പർ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൽ എഴുതിയ പേപ്പറായി ന്യൂസ് പേപ്പറിന്റെ ഒരു പീസ് വേണം ഇടാൻ. കാരണം അതിൽ കാർബണിന്റെ കണ്ടന്റ് വേണം. ഇപ്പൊ ഈ മഷി കാർബൺ ആണല്ലോ, മഷിയിൽ കാർബൺ കണ്ടന്റ് ഉണ്ട്. ബ്ലാക്ക് മഷി ആണല്ലോ ന്യൂസ് പേപ്പറിൽ ഉണ്ടാവും. അപ്പൊ അതിൽ കാർബൺ കണ്ടന്റ് ഉണ്ട്. അപ്പൊ അത് ഈ HNO3 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും NO2 ഉണ്ടാകുന്നുണ്ട്.
അപ്പോൾ അവിടെ ഈ റെഡിഷ് ബ്രൗൺ ഗ്യാസ് വരാനുള്ള കാരണം ഫസ്റ്റ് ഫോം ചെയ്ത നൈട്രിക് ആസിഡ് ഫസ്റ്റ് ഈസ് ക്വിക്ലി ഡീകമ്പോസ്ഡ് ബൈ കാർബൺ ടു yield ബ്രൗൺ നൈട്രജൻ ഡയോക്സൈഡ്. അവിടെ ഉണ്ടാവുന്ന നൈട്രജൻ ഡയോക്സൈഡ് NO2 ഉണ്ടാവുന്നതാണ് അതിന് കാരണം. ഈ NO2 എന്ത് കളറാണ്? ബ്രൗൺ കളറാണ്. അതാണ് ഒരു റെഡിഷ് ബ്രൗൺ എന്ന് പറയുന്ന കളറാണ് അവിടെ ഉണ്ടാവുക. പേപ്പർ ബോൾ ടെസ്റ്റ് അല്ലെ. അടുത്തത് ബ്രൗൺ റിംഗ് ടെസ്റ്റ് ആണ്. ഈ ബ്രൗൺ റിംഗ് ടെസ്റ്റ് എപ്പോഴും എക്സാംസിൽ ചോദിച്ചു കാണുന്ന ഒരു ടെസ്റ്റ് ആണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ നൈട്രേറ്റിന്റെ ടെസ്റ്റ് ആണ്. അപ്പൊ ഇവർ എടുത്തിരിക്കുന്ന സോൾട്ട് പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്. അതൊരു എക്സാമ്പിളിന് പറയുന്നേ ഉള്ളൂ കേട്ടോ. ഏത് നൈട്രേറ്റിന്റെ സോൾട്ടിനും നമുക്ക് ഈ ടെസ്റ്റ് ചെയ്ത് നോക്കാം. പൊട്ടാസ്യം നൈട്രേറ്റിലേക്ക് 1 ml നമ്മുടെ തന്ന സൊല്യൂഷൻ 1 ml എടുക്കാം. നമുക്ക് അനലൈസ് ചെയ്യാൻ തന്ന സോൾട്ടിനെ സൊല്യൂഷൻ ആക്കിയിട്ട് എടുക്കുക. അത് 1 ml എടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 ml ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത ഫെറസ് സൾഫേറ്റ് FeSO4 ആഡ് ചെയ്യാം. ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് സൾഫ്യൂരിക് ആസിഡ് ആ ടെസ്റ്റ് ട്യൂബ് ഇളകാതെ അതിന്റെ സൈഡിലൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് കാണാൻ കഴിയും ഈ രണ്ട് നമ്മുടെ സോൾട്ട് സൊല്യൂഷന്റെയും അതുപോലെ ഫെറസ് സൾഫേറ്റ് സൊല്യൂഷന്റെ ഇടയിലായിട്ട് ജംഗ്ഷനിലാണ് ഇട്ട് ഒരു ബ്രൗൺ റിംഗ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് 2 ലിക്വിഡ് ലെയേഴ്സ്. ഈ 2 ലിക്വിഡ് ലെയേഴ്സിന്റെയും സെന്ററിലായിട്ട് ജംഗ്ഷനിലായിട്ട് ഒരു ബ്രൗൺ റിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനുള്ള കാരണം എന്താണ്? ദിസ് ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ബ്രൗൺ നൈട്രോസോ ഫെറസ് സൾഫേറ്റ് FeSO4NO ഉണ്ടാവുന്നതാണ് അതിന് കാരണം. അപ്പൊ അതും ചോദിക്കാറുണ്ട്. ബ്രൗൺ റിംഗിന്റെ കെമിക്കൽ ഫോമുല എന്താണ്? ബ്രൗൺ റിംഗ് ഫോം ചെയ്യാനുള്ള കാരണം എന്താണ്? ബ്രൗൺ നൈട്രോസോ ഫെറസ് സൾഫേറ്റ് ആണ് കാരണം. FeSO4NO. അപ്പൊ ഇവിടെ നോക്കൂ, ആദ്യം നൈട്രേറ്റിന്റെ സോൾട്ട് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ചേരുമ്പോൾ സോഡിയം പൊട്ടാസ്യം ബൈസൾഫേറ്റും HNO3 ഉണ്ടാവുന്നു. എന്നിട്ട് ഈ HNO3യും ഇങ്ങനെ ഉണ്ടായ HNO3 അതിലേക്ക് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നുണ്ട് സൈഡിലൂടെ. FeSO4 ആയി ചേർന്നിട്ട് Fe2SO4 ത്രൈസ് H2O NO ഉണ്ടാവുന്നു. ഈ FeSO4 വീണ്ടും NO ആയിട്ട് ചേർന്നിട്ട് FeSO4NO ആയിട്ട് മാറാണ് ചെയ്യുന്നത്. ഈ FeSO4NO ആണ് നമ്മൾ കാണുന്ന എന്ത്? ബ്രൗൺ റിംഗ്. ക്ലിയർ? ഓക്കെ. ഓക്കെ. ഇനി അടുത്ത 7ാമത്തെ നമ്മുടെ ആനയോൺ ആണ് സൾഫേറ്റ്. സൾഫേറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുക SO4 2- എന്നാണ്. SO4 2- എന്നാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് സൾഫേറ്റിന്റെ ഇപ്പൊ അമോണിയം സൾഫേറ്റിന്റെ ഒരു സോൾട്ട് ആണ്. അങ്ങനെ ഒരു സോൾട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സോൾട്ട് സൊല്യൂഷൻ ആക്കാം. അതിലേക്ക് നമ്മൾ ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഇൻസൊല്യൂബിൾ ഇൻ കോൺസെൻട്രിക് HCl ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അത് കോൺസെൻട്രിക് HCl അതിലേക്ക് ആഡ് ചെയ്ത് ഷേക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് സോല്യൂബിൾ ആവില്ല. അവിടെ ഉണ്ടാവുന്ന പ്രസിപ്പിറ്റേറ്റ് എന്താണ്? അതാണ് നമ്മൾ എല്ലാ ടെസ്റ്റിലും നോക്കേണ്ടത്. അവിടെ ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിന് കാരണമാവുന്നത് ബേരിയം ക്ലോറൈഡ് ആണ്. ആ ബേരിയം ക്ലോറൈഡ് എങ്ങനെ ഫോം ചെയ്തത്? അമോണിയം സൾഫേറ്റും നമ്മൾ ഒഴിക്കുന്ന ബേരിയം ക്ലോറൈഡുമായിട്ട് ചേരുമ്പോൾ, ബേരിയം ക്ലോറൈഡ് അല്ല അവിടെ ഉണ്ടാവുന്നത് ബേരിയം സൾഫേറ്റ് ആണ്. ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ബേരിയം സൾഫേറ്റ് ആണ് അവിടെ ഉണ്ടാവുക. ഓക്കെ. അപ്പൊ നോക്കി NH4 2SO4 അതാണ് അമോണിയം സൾഫേറ്റ്. അതും ബേരിയം ക്ലോറൈഡും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ബേരിയം സൾഫേറ്റ് ഉണ്ടാവുക. ഈ ബേരിയം സൾഫേറ്റ് ആണ് അവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിന് കാരണം. ഈ ബേരിയം സൾഫേറ്റ് കോൺസെൻട്രിക് HCl ഇൻസോല്യൂബിൾ ആണ്. ഓക്കെ. ഇനി 2ാമത്തെ ടെസ്റ്റ് ആണ്. നമ്മൾ അമോണിയം സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുക. അതിലേക്ക് ലെഡ് അസറ്റേറ്റ് ആഡ് ചെയ്യാം. സൾഫേറ്റിന്റെ സോൾട്ട് സൊല്യൂഷനിലേക്ക് ലെഡ് അസറ്റേറ്റ് ആഡ് ചെയ്യാം. അപ്പൊ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് തന്നെയാണ് കിട്ടുക. ഇവിടെ ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിന് കാരണം ലെഡ് സൾഫേറ്റ് ആണ്. ഇവിടുത്തെ ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിന് കാരണം എന്താണ്? ലെഡ് സൾഫേറ്റ് ആണ്. അമോണിയം സൾഫേറ്റ് നമ്മൾ നോക്കുന്നത് സൾഫേറ്റ് ഉണ്ടോന്നാണ്. അതിലേക്ക് നമ്മൾ ലെഡ് അസറ്റേറ്റ് ആഡ് ചെയ്യുന്നു. അപ്പൊ അവിടെ നമുക്ക് ലെഡ് സൾഫേറ്റ് കിട്ടുന്നു. ഈ ലെഡ് സൾഫേറ്റ് ആണ് അവിടെ
വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവാൻ കാരണം. നമ്മൾ മെയിൻ ആയിട്ട് ആ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാക്കുന്ന ആൾ ആരാണ്, അതിന്റെ കെമിക്കൽ ഫോർമുല എന്താണ് എന്നാണ് നോക്കേണ്ടത് കേട്ടോ. സൾഫേറ്റിന്റെ 2 ടെസ്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തതാണ് അസറ്റേറ്റ്. അസറ്റേറ്റിന്റെ ടെസ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, +2 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ആദ്യം സൾഫ്യൂരിക് ആസിഡ് വെച്ചിട്ട് നമ്മൾ അസറ്റേറ്റിന്റെ സോൾട്ടിനെ നമ്മൾ അസറ്റിക് ആസിഡ് വെച്ചിട്ട് സൾഫ്യൂരിക് ആസിഡ് വെച്ചിട്ട് നമ്മൾ റബ്ബ് ചെയ്യാം. അപ്പൊ നമുക്കൊരു അതിന്റെ സ്മെല്ല് ഒരു വിനെഗർ സ്മെല്ല് പോലെ കിട്ടും. ഇവിടെ ഉണ്ടാവുന്നത് എന്താണ്, സോഡിയം അസറ്റേറ്റ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ അസറ്റിക് ആസിഡ് ഫോം ചെയ്യുന്നു. അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ വിനെഗർ ഫോം ചെയ്യുന്നു. അതുകൊണ്ടാണ് അവിടെ എന്തുണ്ടാവുന്നത്, ഒരു വിനെഗർ സ്മെല്ല് കാണാനായിട്ട് പറ്റുന്നത്. അറിയാലോ അത്. ഓക്കെ, അടുത്തത് നമ്മൾ എന്ത് ചെയ്യാം, എ ലിറ്റിൽ ഓഫ് സോഡിയം അസറ്റേറ്റ് ഈസ് വാംഡ് വിത്ത് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് കോൺസെൻട്രിക് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് അബൌട്ട് 2 ml ഓഫ് എഥനോൾ. ദെൻ മിക്സ്ചർ ഈസ് pour into a water taken in a beaker. നമ്മൾ നമുക്ക് തന്ന സോൾട്ട് എടുക്കുക. നമുക്ക് തന്ന സോൾട്ട് അസറ്റേറ്റിന്റെ സോൾട്ട് ആണെങ്കിൽ ആ തന്ന സോൾട്ടിലേക്ക് നമ്മൾ കുറച്ച് ഡ്രോപ്സ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യും. എന്നിട്ട് എഥനോളും ആഡ് ചെയ്യുക, ഒരു 2 ml എഥനോളും ആഡ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു ബീക്കർ എടുത്തിട്ട് ആ ബീക്കറിലേക്ക് നമ്മൾ ഈ മിക്സറിനെ ഒന്ന് എന്ത് ചെയ്യാം, ചൂടാക്കുക. ഈ മിക്സ്ചറിനെ ആദ്യം ഒന്ന് ചൂടാക്കുക. എന്നിട്ട് ചൂടാക്കി ഒന്ന് ആറിയ ശേഷം നമ്മൾ ഈ മിക്സ്ചറിനെ ഒരു വാട്ടർ കണ്ടെയ്നിങ് ബീക്കറിലേക്ക് നമ്മൾ ഒഴിക്കുക, മാറ്റുക. അപ്പൊ ഒരു ഫ്രൂട്ടി സ്മെല്ല് കിട്ടും നമുക്ക്, ഒരു ഫ്രൂട്ടി സ്മെല്ല്. ഇവിടെ ഫ്രൂട്ടി സ്മെല്ല് ഉണ്ടാക്കുന്ന സാധനം, ഇവിടെ നമ്മൾ ആൽക്കഹോൾ ആഡ് ചെയ്യുന്നുണ്ട് അല്ലെ, അവിടെ ഒരു എസ്റ്റർ ഫോം ചെയ്യും. അവിടെ ഒരു എസ്റ്റർ ഫോം ചെയ്യുന്നതാണ് ഇതിന് കാരണം. ഇവിടെ നടക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം സോഡിയം നമ്മൾ അസറ്റേറ്റ് അല്ലേ, നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ട് സോഡിയം അസറ്റേറ്റ് ആണ്. ഈ സോഡിയം അസറ്റേറ്റ് ആദ്യം സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ അത് എന്തായിട്ട് മാറും, അപ്പൊ അത് അസറ്റിക് ആസിഡ് ആയിട്ട് മാറും. ഈ അസറ്റിക് ആസിഡും നമ്മൾ ഈ ഒഴിച്ച എഥനോളും കൂടി പിന്നെ റിയാക്ട് ചെയ്തിട്ട് അവിടെ എസ്റ്റർ ഫോം ചെയ്തിട്ടുണ്ടാവും. ആ എസ്റ്റർ ആണ് CH3COO C2H5. ഈതൈൽ അസറ്റേറ്റ് ആണ്. ആ എസ്റ്ററിന്റെ പേര് ഈതൈൽ അസറ്റേറ്റും വാട്ടറും. ഈ എസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലുള്ള സബ്സ്റ്റൻസ് ആണ് എസ്റ്റർ. അവിടെ എസ്റ്റർ ഫോം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഫ്രൂട്ട് പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടി സ്മെല്ല് കിട്ടുന്നത്. പ്ലസന്റ് ആണെങ്കിലും ചില ആൾക്കാർക്ക് അത് സഹിക്കാൻ പറ്റില്ല, നല്ല ഒരു തിക്കായിട്ടുള്ള സ്മെല്ലായിരിക്കും ഉണ്ടാവുക. അടുത്തത് അസറ്റേറ്റിന്റെ വേറൊരു ടെസ്റ്റ് ആണ്. എ ലിറ്റിൽ ഓഫ് സോഡിയം അസറ്റേറ്റ് സൊല്യൂഷൻ ഈസ് അസിഡിഫൈഡ് വിത്ത് ഡൈല്യൂട്ട് HNO3 neutralized by adding NH4OH, boiled to expel any excess ammonia present and cooled. To this neutral solution, neutral ferric chloride solution is added. എന്താ പറയുന്നത്, നമുക്ക് തന്ന സോൾട്ടിനെ സൊല്യൂഷൻ ആക്കാം. അതിലേക്ക് കുറച്ച് ഡൈല്യൂട്ട് HNO3 ആഡ് ചെയ്യുക, എന്നിട്ട് കുറച്ച് NH4OH ആഡ് ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്യുക. അങ്ങനെ ബോയിൽ ചെയ്യുന്നത് എന്തിനാ, അതിലുള്ള അമോണിയ എക്സ്പെൽ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അമോണിയ ഗ്യാസ് ഉണ്ടാവും, അതൊക്കെ എക്സ്പെൽ ആയി പോകും. എന്നിട്ട് അതിനെ കൂൾ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ കൂളായ സൊല്യൂഷനിലേക്ക് കുറച്ച് ഫെറിക് ക്ലോറൈഡ് നമ്മൾ ആഡ് ചെയ്യാം. അപ്പൊ അവിടെ നമുക്ക് എന്താ ഒബ്സർവ് ചെയ്യാൻ പറ്റുക, ഒരു റെഡ് കളർ ഈസ് ഫസ്റ്റ് ഫോംഡ് വിച്ച് yields എ റെഡിഷ് ബ്രൗൺ precipitate ഓൺ ബോയിൽ. ആദ്യം ഒരു റെഡ് കളറായി മാറുന്നത് കാണാൻ പറ്റും. നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ റെഡ് കളറായിട്ട് മാറും. എന്നിട്ട് നമ്മൾ അതിനെ ബോയിൽ ചെയ്യുമ്പോൾ അവിടെ ഒരു റെഡിഷ് ബ്രൗൺ precipitate ഉണ്ടാവും. അവിടെ എന്തുണ്ടാവും, ഒരു റെഡിഷ് ബ്രൗൺ precipitate ഉണ്ടാവും. അതിന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുക, റെഡ് ഫെറിക് അസറ്റേറ്റ് ഈസ് ഫസ്റ്റ് ഫോംഡ്. ആദ്യം ഈ സോഡിയം അസറ്റേറ്റ് ഫെറിക് ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഫെറിക് അസറ്റേറ്റ് ഫോം ചെയ്യും. അതായത് CH3COO ത്രൈസ് Fe ഫെറിക് അസറ്റേറ്റ് ഫോം ചെയ്യും. ഈ ഫെറിക് അസറ്റേറ്റ് പിന്നെന്താണ്, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രോളൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ഒരു ബ്രൗൺ precipitate ഓഫ് ഫെറിക് അസറ്റേറ്റ് കിട്ടും. ഒരു ബ്രൗൺ precipitate ഓഫ് ഫെറിക് അസറ്റേറ്റ് കിട്ടും. അത് ഹൈഡ്രോളൈസ് ചെയ്യും, അത് വാട്ടറുമായി ചേരുമ്പോൾ അവിടെ ഒരു റെഡ് അതൊരു precipitate ആയിട്ട് മാറും. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്.
അടുത്ത ആനയോൺ ആണ് ബൊറൈറ്റ്സ്. അടുത്ത ആനയോൺ ആണ് ഇത് ബൊറൈറ്റ്സ്. ബൊറൈറ്റ്സിനെ നമ്മൾ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക? നമുക്ക് 3 ടെസ്റ്റുകളാണുള്ളത്. ബൊറൈറ്റ് എന്ന് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗ്രീൻ കളർ മനസ്സിലേക്ക് കൊണ്ടുവരാം. അത് കാരണം അതിന്റെ ഒബ്സർവേഷൻ ഒക്കെ നോക്കി നോക്കൂ, ഗ്രീൻ ആണ്. നമുക്ക് ടെസ്റ്റുകൾ മാത്രമേ മാറ്റുള്ളൂ. ഒന്നാമത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബൊറാക്സ് ആണ്, ബൊറൈറ്റിന്റെ ഒരു കോമ്പൗണ്ട് ആണ് ബൊറാക്സ്. നമുക്ക് തന്ന സോൾട്ടിന് നമ്മൾ ബൊറൈറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ കോൺസെൻട്രിക് HCl ആയിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഗ്രീൻ കളർ ഫ്ലെയിം ആണ് കിട്ടുക. ബൊറൈറ്റ് ആണ് സോൾട്ട് എങ്കിൽ ബൊറൈറ്റിന്റെ ഫ്ലെയിം ടെസ്റ്റിന്റെ ഇൻഫറൻസ് എന്തായിരിക്കും? ഒരു ഗ്രീൻ ഫ്ലെയിം ആണ് ആ സോൾട്ട് തന്നു വെച്ചാൽ, ഫ്ലെയിം ടെസ്റ്റിൽ ഒരു ഗ്രീൻ ഫ്ലെയിം ആണ് നമുക്ക് തന്ന മിക്സ്ചർ തന്നു വെച്ചാൽ അതിൽ ഉറപ്പിക്കാം അതിൽ എന്തുണ്ട്? ബൊറൈറ്റ് ഉണ്ട്. കാരണം ബൊറൈറ്റ്സിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് കളറാണ് ഗ്രീൻ. രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ബൊറൈറ്റിന്റെ കോമ്പൗണ്ട് ആയിട്ട് തന്നത് ഇപ്പൊ ബൊറാക്സ് ആണെങ്കിൽ ബൊറാക്സിനെ നമ്മൾ പേസ്റ്റ് ആക്കുക. ലിറ്റിൽ ഓഫ് ബൊറാക്സ് ഈസ് മെയ്ഡ് പേസ്റ്റ് വിത്ത് സോളിഡ് കാൽഷ്യം ഫ്ലൂറൈഡ് ആൻഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ഓൺ എ വാച്ച് ഗ്ലാസ് ആൻഡ് ഫ്ലെയിം ടെസ്റ്റ് ഈസ് കണ്ടക്ടഡ്. അങ്ങനെ നമുക്ക് ഫ്ലെയിം ടെസ്റ്റ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം? കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു ഗ്രീൻ ഫ്ലെയിം ആണ് കിട്ടുക. അതിന് ഉള്ള കാരണം വോളറ്റൈൽ BF3 പ്രൊഡ്യൂസ്ഡ് ഇമ്പാർട്ട്സ് എ ഗ്രീൻ കളർ ടു ദ ഫ്ലെയിം. അതായത് ബൊറൈറ്റ് ആണ്, Na2B4O7 ഒരു ബൊറാക്സ് ആണ്. അതിനെ നമ്മൾ കാൽഷ്യം ഫ്ലൂറൈഡ് CaF2 സൾഫ്യൂരിക് ആസിഡുമായി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റുകളിൽ ഒന്നാണ് BF3. ഈ BF3 ആണ്, അത് വോളറ്റൈൽ ആണ്, അതാണ് ഫ്ലെയിമിന് ഗ്രീൻ കളർ കൊടുക്കുന്നത്. ഓക്കെ. മൂന്നാമത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൊറൈറ്റിന്റെ കോമ്പൗണ്ട് നമ്മൾ പേസ്റ്റ് ആക്കുക. എ ലിറ്റിൽ ഓഫ് ദ ബൊറാക്സ് ഈസ് മിക്സ്ഡ് വിത്ത് അബൌട്ട് 1 ml ഓഫ് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 2 ml ഇഥനോളും ആഡ് ചെയ്യുക. ഒരു ഡ്രൈ ടെസ്റ്റ് ട്യൂബിലായിരിക്കണം ഇത് ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഹീറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഇഷ്യൂയിങ് വേപ്പേഴ്സിനെ നമ്മളൊന്ന് കത്തിക്കുക. ആ വേപ്പറിനെ നമ്മളൊന്ന് തീയിൽ കാണിക്കുക. അങ്ങനെ ഒരു ഗ്രീൻ എഡ്ജ്ഡ് ഫ്ലെയിം ആണ് നമുക്കപ്പോൾ കിട്ടുക. ഗ്രീൻ എഡ്ജ്ഡ് ഫ്ലെയിം ആണ് കിട്ടുക. അതിന്റെ അർത്ഥം volatile ethyl borate formed imparts a green color to the flame of burning alcohol vapors. അതായത് അവിടെ ഉണ്ടാവുക ഈഥൈൽ ബൊറൈറ്റ് ആണ്. ആ ഈഥൈൽ ബൊറൈറ്റ് ആണ് ഫ്ലെയിമിന് ഈ കളർ കൊടുക്കുന്നത്. അപ്പോൾ ബൊറാക്സ് സൾഫ്യൂരിക് ആസിഡും വാട്ടറുമായി റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം സൾഫേറ്റും ബൊറൈറ്റും ഉണ്ടാവുന്നു, ഈഥൈൽ ബൊറൈറ്റും ഉണ്ടാവുന്നുണ്ട്. കണ്ടോ? H3BO3 C2H5 എഥനോളുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് C2H53 BO3 പ്ലസ് H2O. ഈ C2H53 BO3 ആണ് നമ്മൾ ഈഥൈൽ ബൊറൈറ്റ് എന്ന് പറയുന്നത്. ഈ ഈഥൈൽ ബൊറൈറ്റ് ആണ് എന്തിന് ഫ്ലെയിമിന് എന്ത് കളർ കൊടുക്കുന്നത്? ഗ്രീൻ കളർ ഫ്ലെയിമിന് കൊടുക്കുന്നത്. അടുത്തതാണ് ഓക്സലേറ്റ്. ഓക്സലേറ്റിന്റെ ഫോർമുല C2O4 2- ആണ് ഓക്സലേറ്റിന്റെ ഫോർമുല. നമ്മൾ അതിന്റെ ഒന്നാമത്തെ ടെസ്റ്റ് നമ്മൾ ഓക്സലേറ്റിന്റെ സോൾട്ടിനെ ഹീറ്റ് ചെയ്യുക. ഒരു ഡ്രൈ ടെസ്റ്റ് ട്യൂബിൽ ഹീറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുക ഒരു കളർലെസ് ഓർഡർലെസ് ഗ്യാസ് ആണ് വിച്ച് ടേൺസ് ലൈം വാട്ടർ മിൽക്ക്. ഇത് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ ഏത് ഗ്യാസ് ഉണ്ടാവുക? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ? ഓക്കെ. CO2 ഈസ് ഫോംഡ് ബൈ ദ ഡീകമ്പോസിഷൻ ഓഫ് ഓക്സലേറ്റ്. ഓക്സലേറ്റിന് ഡീകമ്പോസിഷൻ സംഭവിച്ച എന്താ നമുക്ക് കിട്ടുക? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു കളർലെസ് ഓർഡർലെസ് ഗ്യാസ് വരുന്നത്. ഓക്കെ. ഇനി അതിന്റെ രണ്ടാമത്തെ ടെസ്റ്റ് ആണ് നമ്മൾ ഓക്സലേറ്റിന്റെ സോൾട്ടിനെ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ച് ഹീറ്റ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് MnO2 ആഡ് ചെയ്യാം. ആ ഹോട്ട് സൊല്യൂഷനിലേക്ക് കുറച്ച് MnO2 ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് അവിടെ കാണാൻ കഴിയും ബ്രിസ്ക് എഫറസൻസ് വിത്ത് ദ ഇവല്യൂഷൻ ഓഫ് കളർലെസ് ഓർഡർലെസ് ഗ്യാസ് വിച്ച് ടേൺസ് ലൈം വാട്ടർ മിൽക്കി. ഇത് ലൈം വാട്ടറിനെ എന്തായിട്ട് മാറ്റുന്നു? മിൽക്കിയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ്ടായിട്ടുണ്ടാവുക? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. CO2 ഈസ് ഇവോൾവ്. ഓക്സാലിക് ആസിഡ് ഫോംഡ് ഈസ് ഓക്സിഡൈസ്ഡ് ടു CO2 by MnO2. MnO2 എന്തിനെ ഓക്സിഡൈസ് ചെയ്യാനാണ്? ഓക്സാലിക് ആസിഡിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റാനാണ് അവിടെ MnO2 യൂസ് ചെയ്യുന്നത്. കാൽഷ്യം ഓക്സലേറ്റ് സൾഫ്യൂരിക് ആസിഡുമായി റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവുന്നു? കാൽഷ്യം സൾഫേറ്റ് ഉണ്ടാവുന്നു. ഓക്കെ. അത് ഓക്സാലിക് ആസിഡ് ഉണ്ടാവുന്നു. അപ്പൊ ഈ ഓക്സാലിക് ആസിഡിനെ MnO2 ഓക്സിഡൈസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. ഓക്കെ. ഇനി
അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് കാൽഷ്യത്തിന്റെ സോൾട്ട് എടുക്കാം. എ ലിറ്റിൽ ഓഫ് കാൽഷ്യം ഓക്സലേറ്റ് ഈസ് വാംഡ് വിത്ത് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് കോൺസെൻട്രിക് സൾഫ്യൂരിക് ആസിഡ് ഇൻ എ ഡ്രൈ ടെസ്റ്റ് ട്യൂബ്. നമുക്ക് തന്ന ഓക്സലേറ്റിന്റെ സോൾട്ടിനെ നമ്മൾ കോൺസെൻട്രിക് H2SO4 ആയിട്ട് മിക്സ് ചെയ്യാം. അതാണ്. എന്നിട്ട് വാം ചെയ്യാം. വാം ചെയ്യുമ്പോൾ ഒരു കളർലെസ് ഓർഡർലെസ് ഗ്യാസ് ടേൺസ് ലൈം വാട്ടർ മിൽക്കി ഉണ്ടാവുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തു. നമുക്ക് ഇനി പറയാൻ പറ്റുമല്ലോ, ഇവിടെ കാൽഷ്യം ഓക്സലേറ്റ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നു? കാൽഷ്യം സൾഫേറ്റും H2Oയും കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഉണ്ടാവുന്നു. ഇതാണ് കാർബൺ മോണോക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അവിടെ കളർലെസ് ഓർഡർലെസ് ഗ്യാസ് ഉണ്ടാവാനായിട്ടുള്ള കാരണം. അടുത്തത് oxalate, a little of sodium oxalate solution is acidified with dilute H2SO4 and heated to about 60 to 70 degrees Celsius. A dilute KMnO4 is then added in drops. ആദ്യം നമ്മൾ സോഡിയം ഓക്സലേറ്റ് സൊല്യൂഷൻ നമ്മൾക്ക് തന്ന സോൾട്ട് ഓക്സലേറ്റിന്റെ സോൾട്ടിന് സൊല്യൂഷൻ ആക്കാം. അതിലേക്ക് കുറച്ച് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഹീറ്റ് ചെയ്യുക. ഒരു 70 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ഹീറ്റ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഡൈല്യൂട്ട് KMnO4 നമ്മൾ ഡ്രോപ്സ് ആയിട്ട് ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഒരു പിങ്ക് കളർ ഓഫ് KMnO4 സൊല്യൂഷൻ ഈസ് ഡിസ്ചാർജ്ഡ്. ഈ KMnO4 സൊല്യൂഷൻ ഒരു പിങ്ക് കളറാണ് ഉണ്ടാവുക. ആ കളർ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതിനുള്ള കാരണം എന്താണ്? പെർമാംഗനേറ്റ് ഈസ് റെഡ്യൂസ്ഡ് ടു കളർലെസ് Mn2+. അപ്പൊ ഇതൊക്കെ ചോദ്യമായിട്ട് വരാവുന്ന സാധനമാണ് കേട്ടോ. ഡീകളറൈസേഷൻ ഓഫ് KMnO4 കാരണം എന്താണ്? അവിടെ എന്തായിട്ട് മാറാണ്? പെർമാംഗനേറ്റ് റെഡ്യൂസ് ചെയ്തിട്ട് Mn2+ മാംഗനേറ്റ് ആയിട്ട് മാറുന്നത് കൊണ്ടാണ് അങ്ങനെ അവിടെ സംഭവിക്കുന്നത്. ഏത് ടെസ്റ്റിലാണ് ഇതുള്ളത്? ഓക്സലേറ്റിന്റെ ടെസ്റ്റിലാണ് ഉള്ളത്. ഇപ്പൊ KMnO4 സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ K2SO4ഉം MnSO4ഉം H2Oയും ഉണ്ടാവും, ഓക്സിജനും ഉണ്ടാവും. എന്നിട്ട് അത് അവിടെ നമ്മൾ എടുത്തിരിക്കുന്ന സോഡിയം ഓക്സലേറ്റ് ആണ്. ഈ സോഡിയം ഓക്സലേറ്റും ഇങ്ങനെ ഉണ്ടായ ഇവിടെ കൊടുത്ത H2SO4 ചേർന്നിട്ട് സോഡിയം സൾഫേറ്റും ഉണ്ടാവും, ഓക്സാലിക് ആസിഡും ഉണ്ടാവും. ഈ ഓക്സാലിക് ആസിഡിന് ആദ്യം ഉണ്ടായ ഈ ഓക്സിജൻ ഉണ്ടല്ലോ, അറ്റോമിക് ഓക്സിജൻ എന്ന് അതിന് പറയാം. ആദ്യം ഉണ്ടായ ഈ അറ്റോമിക് ഓക്സിജൻ എന്താക്കും? റെഡ്യൂസ് ചെയ്യും. എന്നിട്ട് H2Oയും CO2ഉം ആക്കി മാറ്റും. ഇവിടെയാണ് ഇതിന് എന്ത് നടക്കുന്നത്? റിഡക്ഷൻ സംഭവിക്കുന്നത്. അതായത് KMnO4ലുള്ള മാംഗനീസിന് ഇവിടെ റിഡക്ഷൻ നടന്നിട്ടാണ് MnSO4 ഉണ്ടായത്. അതുകൊണ്ടാണ് KMnO4 സൊല്യൂഷന്റെ കളർ എന്ത് ചെയ്തത്? ഡിസ്ചാർജ് ചെയ്ത് പോയത്, ഇല്ലാണ്ടായത് കേട്ടോ. അടുത്തത് ലാസ്റ്റ് അയോൺ ആണ്, ഫോസ്ഫേറ്റ് അയോൺ. ഫോസ്ഫേറ്റ് അയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PO4 3- ആണ്. ഇതിന്റെ ടെസ്റ്റുകൾ 4 ടെസ്റ്റ് ആണുള്ളത്. ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോഡിയം ഫോസ്ഫേറ്റ് ആണ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത്, സോൾട്ട് ആയിട്ട് എടുത്തിരിക്കുന്നത്. സോഡിയം ഫോസ്ഫേറ്റ് സൊല്യൂഷൻ നമ്മൾ മിക്സ്ഡ് വിത്ത് 1 ml കോൺസെൻട്രിക് HNO3. ഇറ്റ് ഈസ് ദെൻ ആഡഡ് ടു അബൌട്ട് 2 ml ഓഫ് അമോണിയം മോളിബ്ഡേറ്റ് സൊല്യൂഷൻ ഇൻ അനദർ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ഷേക്കൺ. എന്താ ചെയ്യണത്? നമുക്ക് തന്ന സോൾട്ടിന്റെ സൊല്യൂഷൻ ഉണ്ടാക്കാം, ഫോസ്ഫേറ്റ് സോൾട്ടിന്റെ. എന്നിട്ട് അതിലേക്ക് 1 ml കോൺസെൻട്രിക് HNO3 ആഡ് ചെയ്യാം. വേറെ ടെസ്റ്റ് ട്യൂബ് എടുക്കാം. അതിലേക്ക് നമ്മൾ അമോണിയം മോളിബ്ഡേറ്റ് 2 ml എടുക്കണം. എന്നിട്ട് ആദ്യം ഉണ്ടാക്കിയ സൊല്യൂഷൻ ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടാം ഒരു കാനറി യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ്. കാനറി യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ്. അവിടെ ഉണ്ടായത് അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് ആണ്. അവിടെ ഉണ്ടായത് എന്താണ്? അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ്. അതാണ് അവിടെ ഉണ്ടായ കോമ്പൗണ്ട്. ഓക്കെ, അടുത്ത ടെസ്റ്റ് ആണ് സോഡിയം ഫോസ്ഫേറ്റ് സൊല്യൂഷൻ എടുക്കാം. അതിലേക്ക് ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യാം. അപ്പൊ ഒരു ലൈറ്റ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് ഉണ്ടാവുക. അതിനുള്ള കാരണം അവിടെ ഉണ്ടായത് ഫെറിക് ഫോസ്ഫേറ്റ് ആണ്. അവിടെ ഉണ്ടായത് ഏതാണ്? ഫെറിക് ഫോസ്ഫേറ്റ് ആണ്. അടുത്ത ടെസ്റ്റ് ആണ് കുറച്ച് സോഡിയം ഫോസ്ഫേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കുക. അതിലേക്ക് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യാം. അപ്പൊ അവിടെ ഉണ്ടാകുന്നത് എന്താണ്? സിൽവർ ഫോസ്ഫേറ്റ് ആണ്. അപ്പൊ അവിടെ ഉണ്ടായ യെല്ലോ കളറിന് കാരണം എന്താണ്? സിൽവർ ഫോസ്ഫേറ്റ് ആണ്. അടുത്തത് ഇതേപോലെ ഫോസ്ഫേറ്റ് സോൾട്ടിന്റെ സൊല്യൂഷൻ ഉണ്ടാക്കാം. അതിലേക്ക് മഗ്നീഷ്യം സൾഫേറ്റ് ആഡ് ചെയ്യാം. അതിലേക്ക് എന്താ ആഡ് ചെയ്യാം? മഗ്നീഷ്യം സൾഫേറ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് ഒപ്പം തന്നെ എന്തോ ആഡ് ചെയ്യണം? NH4OH ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഒരു വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുക. ഓക്കെ,
അപ്പോൾ അതെന്തുകൊണ്ടാണ് ഈ വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റ് എന്താണ്? മഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ് കാരണമാണ് അവിടെ വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഓരോ ടെസ്റ്റുകളാണ്. അപ്പൊ നമ്മളിപ്പോ 11 ആനയോൺസിന്റെ ടെസ്റ്റുകളാണ് നമ്മൾ പഠിച്ചത്. 11 ആനയോൺസിന്റെ ടെസ്റ്റുകളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ ഈ 11 ആനയോൺസിന്റെ ടെസ്റ്റുകളിലുള്ള ഇൻഫറൻസ്, അതിന്റെ പ്രത്യേകമായിട്ട് ആ ഇക്വേഷൻ നോക്കുക. ഓരോ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നതും ഏത് കോമ്പൗണ്ട് ആണെന്ന് നോക്കുക. അതൊക്കെയാണ് എക്സാമിന് പൊതുവെ ചോദിക്കാറുള്ളത്. അപ്പൊ അതാണ് നമ്മൾ അതിൽ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ലാസ്റ്റ് ഒരു ടെസ്റ്റ് കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രസിപ്പിറ്റേറ്റ് ഏത് കോമ്പൗണ്ട് ആണ്, അതിന്റെ പേര് പഠിക്കുക. ഒരു ടെസ്റ്റ് എന്താന്ന് പഠിക്കുക. അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ പഠിച്ചത് ആനയോൺസിന്റെ ടെസ്റ്റുകളാണ് പഠിച്ചത്. 11 എണ്ണത്തിന്റെ ടെസ്റ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ 11 നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഓക്കെ, താങ്ക് യു.